ഇപ്പൊ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ ശബരിനാഥിന്റെ ഒക്കെ പറയുകയാണെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയാണ്. വലിയ അനിശ്ചിതത്വമാണ് അവിടെ ഉള്ളത്. കാരണം അവിടെ മസൂൻ കഴിഞ്ഞ പ്രാവശ്യം ഓരോ വോട്ടിനാണ് BJP തോറ്റത്. മാത്രമല്ല മസൂനൻ നായർ ശാസ്തമംഗലം വാർഡിൽ നിന്ന് കഴിഞ്ഞ കൗൺസിലർ വളരെ സജീവമായി അവിടെ വലിയ ഭീഷണി ഉയർത്തി ശബരിയുടെ കൂടെയുണ്ട്. ശബരി ആദ്യം പറഞ്ഞ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. അതേസമയം മുട്ടട വാർഡ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കുന്ന വാർഡുകളാണ് പറയുന്നത്. മുട്ടട വാർഡ് എടുത്തു കഴിഞ്ഞാൽ വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന വനിത, പെൺകുട്ടിയാണ്. വനിത എന്ന് പറയാനുള്ള 24 വയസ്സേ ഉള്ളൂ. അവർ KSUവിൻ്റെ വലിയ നേതാവൊക്കെ ആയിരുന്നു. അവരുടെ സ്ഥാനാർത്ഥിത്വം തന്നെ വലിയ പ്രതിസന്ധിയിലായി. അവസാനം ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് അവർ സ്ഥാനാർത്ഥി തന്നെയായത്. വേറൊരാൾ കൊണ്ട് പരാതി കൊടുത്തതിന് ഫലമായി അവർ ജയിക്കും എന്നുള്ള നിലയിലുള്ള വലിയ പ്രചണ്ഡമായ പ്രചരണമാണ് മുട്ടടയിൽ നടക്കുന്നത്. അവർ ഈ സംസ്ഥാന അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ ജയിച്ചാലും അത്ഭുതമില്ല. അതിങ്ങനെ ഓരോ വാർഡ് അത്ഭുതമല്ല, ജയിക്കാനാണ് സാധ്യത. ഞങ്ങളുടെ ഒരു ഇവാലുവേഷൻ അനുസരിച്ച് ജയിക്കാനാണ് സാധ്യതയുള്ളത്. അങ്ങനെ ഓരോ മണ്ഡലങ്ങൾ, ഓരോ വാർഡുകൾ എടുത്താൽ നമുക്ക് ഇപ്പോൾ ശ്രീലേഖ IPS വളരെ ടൈറ്റായിട്ടാണ് അവിടെ മത്സരം പോയിക്കൊണ്ടിരിക്കുന്നത്.